ഹായ്, എൻ്റെ പേര് അഖിൽ. ഞാനാണ് ഇലക്ട്ര എന്ന ടീം ലീഡർ. ഞങ്ങളുടെ ടീമിൽ മൊത്തം 4 ആളുകളാണുള്ളത്. ഒന്ന് വിഷ്ണുരാജ് ജി, വൈശാഖ് എം പി, അതുപോലെ തന്നെ അരുൺകുമാർ എന്നിവരാണ് ഞങ്ങളുടെ ടീമിലുള്ളത്. മൊത്തം 4 ആളുകളാണുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സാധാരണ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് എല്ലാം വളരെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനുകളോ അങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. സാധാ ടിപ്പിക്കൽ വാഹനങ്ങളുടെ അതേ സ്റ്റൈലിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ 2 ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തേന്ന് പറയുന്നത് നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആൻഡ് മോഡേൺ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. അതായത് ഡിസൈനിങ്ങിൽ നല്ല മാറ്റങ്ങൾ വരുത്തിയിട്ട് വളരെ മോഡേൺ ആയിട്ടും വളരെ എന്താ പറയുക, നമ്മളിപ്പോൾ ടെസ്ലയുടെ സൈബർ ട്രക്ക് പോലെ തന്നെ ഒരു സൈബർ സ്കൂട്ടറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയും മോഡേണും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള യങ് ജനറേഷനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ ആയിരിക്കും നമ്മളുടെ ഇലക്ട്രിക് ബൈക്കിന് ഉണ്ടാവുക. അതുപോലെ തന്നെ മറ്റൊരു എടുത്തു പറയേണ്ട ഒരു ഇന്നോവേഷൻ എന്ന് പറയുന്നത്, നമ്മളെല്ലാ വാഹനങ്ങളിലും, അതായത് ഇലക്ട്രിക് ആയിക്കോട്ടെ സാധാരണ ട്രഡീഷണൽ വെഹിക്കിൾസ് ആയിക്കോട്ടെ, ഏതൊരു വാഹനമാണെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ളത് കേബിൾ വെച്ചിട്ടുള്ള ത്രോട്ടിൽ റെസ്പോൺസുകളാണ്. അതായത് നമ്മൾ ആക്സിലേറ്റർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കേബിൾ വെച്ചിട്ട് അത് കണക്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതൊരു മെക്കാനിക്കൽ സിസ്റ്റമാണ്. പക്ഷേ അതിനെ കൂടി നമ്മൾ ഒരു ഇലക്ട്രിക് ആക്കാൻ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഒരു സംഭവമാക്കാൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റിലൂടെ ശ്രമിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ത്രൂ എ സെൻസർ ആ ഡാറ്റ നമ്മളുടെ കൺട്രോളറിൽ കൊടുക്കുന്നു. ആ കൺട്രോളർ അതിനനുസരിച്ചിട്ട് ഉള്ള മാറ്റങ്ങളാണ് നമ്മളുടെ സ്പീഡിനും ഇതിനൊക്കെ വരുത്തുന്നത്. അപ്പോൾ ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു വയർ വെച്ചിട്ടാണ് ആ ഒരു ത്രോട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ വയേഴ്സോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഒരു സെൻസർ മാത്രം വെച്ചിട്ട് വയർലെസ് ആയിട്ടായിരിക്കും നമ്മൾ ആ ഒരു ഡാറ്റ നമ്മുടെ കൺട്രോളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ വിത്തൗട്ട് വയേഴ്സ് ആയിരിക്കും നമ്മളുടെ ആക്സിലറേഷനും ഡീസലറേഷനൊക്കെ നടക്കുന്നത്. അപ്പോൾ അതൊരു എടുത്തു പറയേണ്ട ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഇതിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയയാണ് ഞങ്ങൾക്ക് ഇവിടെ പങ്കുവയ്ക്കാനുള്ളത്. താങ്ക് യു.